When a piece of polythene is rubbed with wool, a charge of -2 × 10⁻⁻7 coulomb is developed on polythene. What is the amount of mass which is transferred to the polythene? അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പോളിത്തീൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയാണ് പോളിത്തീൻ. അതിനുശേഷം ഇതുമായിട്ട് നമ്മളൊരു ബോഡിയായിട്ട് റബ്ബ് ചെയ്തു. വൂളിൻ്റെ ബോഡിയായിട്ടാണ് റബ്ബ് ചെയ്തത്. ഇങ്ങനെ റബ്ബ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഇതിൽ നിന്നും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ നെഗറ്റീവ് ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്തു. ആ നെഗറ്റീവ് ചാർജിൻ്റെ അളവ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? -2 × 10⁻⁻7 കൂളമ്പാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ ഉരസിയപ്പോൾ എന്ത് സംഭവിച്ചു? റബ്ബ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു ബോഡിക്ക് ഇലക്ട്രോൺ കിട്ടി. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ആവുന്നുണ്ട്, മറ്റു ബോഡിക്ക് എന്ത് കിട്ടുന്നു? ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്, നെഗറ്റീവ് ചാർജായി. അപ്പോൾ അവിടെ ആ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര ചാർജ്? -2 × 10⁻⁻7 കൂളമ്പാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് മാസ് വിച്ച് ഇസ് ട്രാൻസ്ഫർ ടു ദി പോളിത്തീൻ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ മാസ് കൂടുന്നുണ്ട്. അപ്പോൾ എത്ര മാസ് കിട്ടിയെന്ന് നമ്മൾ കാണണം. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 kg ആണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്നൊരു വാല്യൂ ആണ്. നമുക്ക് അറിയുന്നില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ എത്ര മാസ് കിട്ടിയെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഒരെണ്ണത്തിൻ്റെ മാസ് നമുക്കറിയാം, പക്ഷേ ഇവിടെ എത്ര ഇലക്ട്രോൺ വന്നു എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മാസ് കിട്ടുള്ളൂ. മാസ് കാണുന്നത് എങ്ങനെയാണ്? മാസ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോണിൻ്റെ മാസ്. 1 ഇലക്ട്രോണിൻ്റെ മാസിൽ ഞാനിവിടെ m എന്നാണ് കാണിക്കുന്നത്, ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കറിയില്ല. മാസ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, അതാണ് m. അപ്പോൾ m-യുടെ വാല്യൂ നമുക്കറിയാം, പക്ഷേ എന്തറിയില്ല, എത്ര ഇലക്ട്രോൺസ് ഇവിടെ വന്നു എന്നറിയില്ല. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസും ചാർജും തമ്മിൽ ബന്ധം നമുക്കറിയാം. Q = NE ആണെന്നറിയാം. ഇത് കോൺഡൻസേഷൻ ഓഫ് ചാർജ് എന്ന റൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇവിടെ എത്ര ചാർജാണ് വന്നുള്ളത്? ആ ചാർജിൻ്റെ അളവ് അറിയാത്ത -2 × 10⁻⁻7 ആണ്. അതായത് ഇവിടെ ചാർജ് എന്ന് പറയുന്നത് -2 × 10⁻⁻7 കൂളമ്പ് ട്രാൻസ്ഫർ ചെയ്തു. n നമ്മൾ കണ്ടെത്തണം. അപ്പോൾ n × E എന്ന് പറയുന്നത് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളമ്പാണ്. അപ്പോൾ നമുക്കിതൊക്കെ അറിയണ കാര്യങ്ങൾ. ഈ രണ്ട് വാല്യൂസ് അറിയണം. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എന്തൊക്കെയാണ്? മാസ് ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് ഇലക്ട്രോണും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട വാല്യൂ ആണ്. അപ്പോൾ അറിയാവുന്ന കുട്ടിക്ക് ഇത് ഈസിലി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ മാസ് കാണുന്നുണ്ടെങ്കിൽ എത്ര മാസ് ഇവിടെ വന്നത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസിനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്? ഒരെണ്ണത്തിൻ്റെ അറിയാമെങ്കിൽ നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ മതിയല്ലോ. അത്ര മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ മാസ് കിട്ടും. പക്ഷേ എത്ര എണ്ണം വന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 × 10⁻⁻7 1.6 × 10⁻⁻19 ആണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എണ്ണം കിട്ടും. അത് ചെയ്താൽ കിട്ടുന്നത് ഞാനിവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. 1.25 × 10⁻12. ഇപ്പോൾ ഇത്ര ഇലക്ട്രോൺസ് ഇവിടെ വന്നു എന്ന് മനസ്സിലായി, പോളിത്തീനിക്ക് വന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മാസ് അറിയാമെങ്കിൽ നമുക്കിങ്ങനെ മാസ് കണ്ടെത്താം. ഈ എണ്ണത്തിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ എണ്ണം കിട്ടിക്കഴിഞ്ഞു നമുക്ക് m-യുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാസ് കിട്ടും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് = m-. m-യുടെ വാല്യൂ നമുക്കറിയാം 9.1 × 10⁻⁻31 ആണെന്നറിയാം. ഇനി എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കിവിടെ കിട്ടി? 1.25 × 10⁻12 ആണ്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇത്രയും നമുക്ക് നോക്കാം. ഞാനിവിടെ ചെയ്യുന്നില്ല, നേരെ വാല്യൂ എഴുതാണ് ചെയ്യുന്നത്. 11.38 × 10⁻⁻19 kg. അപ്പോൾ ചെയ്ത വഴികൾ നമുക്ക് അതിൻ്റെ ലോജിക്ക് ഒന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കാം. മാസ് = നമ്പർ × മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്പർ എന്ന് പറയുന്നത്
നമ്മളിത് ക്യൂ സമയം എൻ എന്ന് ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നത് ക്യൂക്ക് എൻ ആണ്. എൻ എന്ന് പറയുന്നത് ക്യൂ ബൈ ഇ ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ നമ്പർ കണ്ടെത്തി. ഈ നമ്പർ കണ്ടെത്തിയിട്ട് അതിൽ കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ലോജിക്കലായിട്ട് ഈ സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. നമ്പർ കാണുന്നത് ക്യൂക്ക് എൻ എന്നുള്ള ഫോർമുല വെച്ചുകൊണ്ട് എണ്ണം കണ്ട് ഇതിൽ കൊടുത്ത ആൻസറായി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 10⁻12 alpha particles fall per second on a neutral sphere. Calculate the time in which the sphere gets charged by 2 microcoulomb. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു സ്പിയറാണ് വരയ്ക്കുന്നത്. ഇതിലേക്ക് ആൽഫ പാർട്ടിക്കിൾ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. നമ്മൾ He24 ആണ്. ഇത് നമ്മൾ പിന്നീട് പഠിക്കും. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. എങ്കിലും ഇപ്പോൾ ഇനി പഠിക്കണം. അപ്പോൾ എന്താണ് ഹീലിയം? ഹീലിയം എന്ന് പറയുന്നത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അതിൻ്റെ ന്യൂക്ലിയസിലുണ്ട്. അതിന് ചുറ്റും 2 ഇലക്ട്രോൺ ഉണ്ട്. രണ്ടാമത്തെ ആറ്റാണ്. അപ്പോൾ 2 ഇലക്ട്രോണും പിന്നെന്താണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഇതിൽ നമ്മൾക്ക് ഈ ന്യൂക്ലിയസ് മാത്രം എടുക്കുക, അതായത് ഈ ഇലക്ട്രോണൊക്കെ കളയുക. എന്നിട്ട് ഇതിനെ മാത്രം എടുത്താൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ പ്രത്യേകത മനസ്സിലായി. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 2 പ്രോട്ടോൺ ഉണ്ട്. ഇതിൽ ആർക്ക് മാത്രമേ ചാർജ് ഉള്ളൂ? പ്രോട്ടോണിന് മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ 2 പ്രോട്ടോണാണെന്ന് മനസ്സിലായി. ഈ പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 2 പ്രോട്ടോണിൻ്റെ ചാർജും 2 ഇലക്ട്രോണിൻ്റെ ചാർജും തുല്യമാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? ഇത് പോസിറ്റീവ് ചാർജാണ്, ഇതെന്താണ് നെഗറ്റീവ് ചാർജാണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ചാർജിൻ്റെ അളവ് സെയിമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോണിൻ്റെ ചാർജ് എടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാവുന്ന വാല്യൂയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. അത് 1.6 × 10⁻⁻19 കൂളമ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചാർജ് കിട്ടി. ആരുടെ ചാർജ് കിട്ടി? ആൽഫ പാർട്ടികളുടെ ചാർജ് കിട്ടി. അപ്പോൾ ക്യൂ ആൽഫ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വരുന്ന ആൽഫ കിട്ടിക്കഴിഞ്ഞു. ഈ ആൽഫ വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇതും എന്ത് കിട്ടണം? 2 മൈക്രോകൂളമ്പ് ചാർജ് ഉണ്ടാവണം. എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു ആൽഫ വന്നു കഴിഞ്ഞാൽ ഇത്ര ചാർജ് കിട്ടി. അങ്ങനെ കുറേ ആൽഫ വന്ന് വീഴുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 2 മൈക്രോകൂളമ്പ് കിട്ടുക. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു സെക്കൻഡിൽ വന്ന് വീഴുന്ന ചാർജ്, അതായത് ക്യൂ ആൽഫ. ഈ ക്യൂ ആൽഫയ്ക്ക് പ്രത്യേകത എന്താണ്? ചാർജ് പെർ സെക്കൻഡാണ് എവിടെ വന്ന് വീഴുന്നത്? ഈ സ്പിയർമ വന്ന് വീഴുന്ന ചാർജ് പെർ സെക്കൻഡ് ഇൻറ്റു ടൈമാണ്. കാരണം കുറേ സമയം വീഴണമല്ലോ. ഒരു സെക്കൻഡിൽ ഇത്ര ചാർജ് വീണിട്ടുള്ളൂ. അതേമാതിരി കുറേ സമയം വീണാലാണ് നമുക്ക് എന്ത് കിട്ടുക? മൊത്തം ചാർജ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? ഇവിടെ ഈ ക്യൂ ആൽഫ നമുക്ക് കണ്ടെത്തണം. ഈ ക്യൂ ആൽഫ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇവിടെ വന്ന് വീഴുന്ന ചാർജ് തന്നിട്ടില്ല. പകരം എന്താ തന്നിട്ടുള്ളൂ? എണ്ണമാണ് തന്നിട്ടുള്ളത്. എണ്ണമാണ് നമുക്കറിയുന്നത്. പക്ഷേ എണ്ണത്തിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ആൽഫ കണ്ടെത്താൻ പറ്റും. എത്ര ചാർജ് എന്ന് കണ്ടെത്താൻ പറ്റും. അത് ഏത് ഫോർമുല വെച്ചിട്ടാണ്? ക്യൂ കിട്ടി എൻ എന്നൊരു പറയുന്നൊരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് എണ്ണം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ചാർജ് കാണാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 10⁻12 ചാർജാണ്. ഇൻറ്റു ഒരു ആൽഫയുടെ ചാർജ് എത്രയാണ്? 2 × 1.6 × 10⁻⁻19 കൂളമ്പാണ്. അപ്പോൾ ഇത്ര ചാർജാണ് ഒരു സെക്കൻഡിൽ വീഴുന്നത്. അപ്പോൾ ക്യൂ ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ടൈമാണ് നമ്മോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ. ഈ ക്യൂ എന്ന് പറയുന്നത് എത്രയെന്നറിയാം? 2 മൈക്രോകൂളമ്പാണെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ആൽഫ വന്ന് വീണ് ഓരോ സെക്കൻഡിലും ആൽഫ വന്ന് വീണ് അവസാനം എന്തായി മാറുന്നു? 2 മൈക്രോകൂളമ്പ് ആവണം. അതായത് ക്യൂ എന്ന് പറയുന്നത് 2 മൈക്രോകൂളമ്പ് ആവണം. അപ്പോൾ ഇത്ര ചാർജ് കിട്ടണമെങ്കിൽ കുറേ സമയം ആൽഫ വന്ന് വീഴണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10⁻12 ആൽഫയാണ് വന്ന് വീഴുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി? അതിൻ്റെ കറസ്പോണ്ടിങ് ചാർജ് കണ്ടെത്തി. അതായത് ക്യൂ ആൽഫ എത്രയെന്ന് കിട്ടി. അതായത് ക്യൂ ആൽഫ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ചാർജ് പെർ സെക്കൻഡാണ് കിട്ടിയത്. ഇനി എത്രയാണ്? അതേപോലെ ഒരുപാട് സമയം വീണം. ടി സമയം വീണപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ക്യാപിറ്റൽ ക്യൂ കിട്ടിയത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും? 2 മൈക്രോകൂളമ്പ്. അപ്പോൾ 2 മൈക്രോകൂളമ്പിന് നമുക്ക് എന്തായിരുന്നു പറ്റും? 2 × 10⁻⁻6 എന്ന് എഴുതാം. അപ്പോൾ 2 × 10⁻⁻6 കൂളമ്പ് എന്ന് പറയുന്നത് ക്യൂ ആൽഫ. ക്യൂ ആൽഫയുടെ വാല്യൂ എത്രയാണ്? 10⁻12 × 2 × 1.6 ×
10⁻⁻19 ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടി കണ്ടെത്താലോ. അപ്പോൾ നമ്മൾ ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6.25 സെക്കൻഡാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിൻ്റ് ചാർജസ് ഈസ് എഫ്. 2 പോയിൻ്റ് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ ഞാനതിവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ചാർജ് എടുത്തു, ഇവിടെ ചാർജ് എടുത്തു. ഇത് ഇരിക്കുന്നത് വെൻ ദീസ് ആർ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. അപ്പോൾ ഈ 2 ചാർജുകൾ ഇരിക്കുന്നത് 1 മീറ്റർ അകലെയാണ്. 1 മീറ്റർ അകലെയുള്ള 2 ചാർജ് എടുത്തു. ഈ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് പറയുന്ന ഒരു എഫ് ആണെന്ന് തന്നിട്ടുണ്ട്. നൗ ദേ ആർ റീപ്ലേസ്ഡ് ബൈ കണ്ടക്റ്റിംഗ് സ്പിയേഴ്സ് ഓഫ് ഈച്ച് ഓഫ് റേഡിയസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പോയിൻ്റ് ചാർജിന് പകരം ചെയ്തത് ഒരു കണ്ടക്റ്റിംഗ് സ്പിയറാണ് എടുത്തത്. ഇവിടെ ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ എടുത്തു. ഈ കണ്ടക്റ്റിംഗ് സ്പിയേഴ്സിൻ്റെ സെൻറ്ററുകൾ, ഇതാണ് അതിൻ്റെ സെൻറ്റർ, ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 1 മീറ്റർ തന്നെയാണ്. അപ്പോൾ ആദ്യം 2 പോയിൻ്റ് ചാർജുകൾ എടുത്തു. ആ പോയിൻ്റ് ചാർജുകൾ എടുത്തിട്ട് അത് 1 മീറ്റർ അകലെ വെച്ചു. അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എഫ് ആണ്. ഇനി എന്ത് ചെയ്തു? അതിനെ സ്പിയർ ആക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഈ ചാർജുകൾ ഒരു ക്യൂ ചാർജ് ആണെന്ന് വിചാരിക്കുക, ഇത് ക്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റി? ക്യൂ ചാർജുകൾ മൊത്തം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതുപോലെ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനൊരു മീറ്റർ അകലെ വെച്ചു. വെച്ചതിന് ശേഷം അത് പറയുന്നതെന്ന് വായിക്കാം. നൗ ദേ ആർ റീപ്ലേസ്ഡ് ബൈ കണ്ടക്റ്റിംഗ് സ്പിയേഴ്സ് ഈച്ച് ഓഫ് റേഡിയസ് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. ഹാവിങ് ദ സെയിം ചാർജ് ആസ് ദാറ്റ് ഓഫ് ദി പോയിൻ്റ് ചാർജ്. ഈ പോയിൻ്റ് ചാർജിലുള്ള അതേ ചാർജിനാണ് സ്പിയറിന് കൊടുത്തു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് ഈസ് 1 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. ദെൻ കമ്പയർ ഫോഴ്സ് ഓർ റിപ്പൽഷൻ ഇൻ 2 കേസസ്. എങ്കിൽ ആദ്യം ഉണ്ടായ ഫോഴ്സും ഇപ്പോഴത്തെ ഫോഴ്സും തമ്മിലുള്ള ബന്ധം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് കിട്ടുമോ അതോ ഇവിടുത്തെ കേസിൽ ഫോഴ്സ് കുറയുമോ കൂടുമോ, അത് മാറ്റില്ല. ഈ 3 ചോയ്സാണ് ഇവിടെ തരിക. അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആൻസർ കണ്ടെത്തണം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം പ്ലസും റിപ്പൽ ചെയ്യുന്ന നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ സ്പിയറിലെ ചാർജുകൾ ഒരു ഭാഗത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യും. അതായത് ഞാൻ കാണിക്കുകയാണ്. ഒരു സൈഡിലേക്ക് ഇത് വന്നിട്ട് റിപ്പൽ ചെയ്ത് വന്നിട്ട്, ഇത് മെറ്റലാണല്ലോ, ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടും. ഇതേപോലെ എന്ത് സംഭവിക്കും? ഇവിടെയും അടിഞ്ഞുകൂടി റിപ്പൽഷൻ കൊണ്ട് മെറ്റലിൻ്റെ ഒരു സൈഡിലേക്ക് അടിഞ്ഞുകൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സ്പിയറിൻ്റെ സെൻറ്റർ ഇവിടെയായിരുന്നു. ചാർജിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്റർ ഇവിടെയായിരുന്നു. ആദ്യത്തെ സ്പിയറിൻ്റെ ഇവിടെയായിരുന്നു. ഇപ്പോൾ അത് മാറ്റം വന്ന് എന്ത് പറ്റും? ഈ പ്ലസ് സൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഈ പുതിയ സെൻറ്റർ, കാരണം ഇതിൻ്റെ ഏകദേശം സെൻറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇതേപോലെ ഈ സ്പിയറിൻ്റെ സെൻറ്റർ ഇവിടെ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പുതിയ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഇതാണ് പുതിയ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എന്താ സംഭവിച്ചിവിടെ? ഡിസ്റ്റൻസ് കൂടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് പുതിയ ഫോഴ്സ് എന്താണ്? ഇവിടുത്തെ പുതിയ ഫോഴ്സ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് F = അത് F1 എന്ന് പറയുന്നത് 1/4πE0 Q × Q ബൈ എന്തായി? ഇവിടെ R' അല്ലേ? R'. അത് R' എന്ന് പറഞ്ഞാൽ 1നേക്കാളും കൂടുതലാണ്. ഇവിടുത്തെ കേസിലുള്ള ഈ ഫോഴ്സ് എത്രയാണ്? ആ F എന്ന് പറയുന്നത് 1/4πE0 Q ബൈ R' R 1 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 1നേക്കാളും കൂടി. അപ്പോൾ ഇവിടെ 1ഉം ഇത് പുതിയ ഡിസ്റ്റൻസ് 1നേക്കാളും കൂടി. അപ്പോൾ ഇവിടെ വാല്യൂ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഫോഴ്സ് കുറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൽ നിന്നും നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിസ്റ്റൻസ് കൂടുന്നു, ഇഫക്റ്റീവ് ഡിസ്റ്റൻസ് കൂടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഫോഴ്സ് കുറയുന്നു. അപ്പോൾ ഫോഴ്സ് ഇവിടെ ഡിക്രീസസ് എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇത് ഓരോ പ്രോബ്ലം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഓരോന്നിലും പുതിയ പുതിയ ഐഡിയാസാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടിയ ഐഡിയ എന്താണെന്ന് നോക്കാം. എന്താണ്? ഒരു സ്പിയറിൻ്റെ കേസിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ആ സ്പിയറിൻ്റെ ചാർജിൻ്റെ സെൻറ്ററാണ് എടുക്കേണ്ടത്, അല്ലാതെ സ്പിയറിൻ്റെ സെൻറ്റർ അല്ല. സ്പിയറിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അതല്ല നമ്മൾ എടുക്കേണ്ടത്, ചാർജിൻ്റെ സെൻറ്ററാണ് എടുക്കേണ്ടത്, ഇഫക്റ്റീവ് സെൻറ്ററാണ് എടുക്കേണ്ടത്. ഈ ഐഡിയയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൂടെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമ്മൾ ജോമെട്രിക് സെൻറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അതേ ഡിസ്റ്റൻസാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ജോമെട്രിക് സെൻറ്റർ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഫോഴ്സും തുല്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? ആദ്യം 1 മീറ്റർ തന്നെയാണ്, പിന്നെയും 1 മീറ്റർ തന്നെയാണ്. പക്ഷേ ഇവിടെ എടുത്തത് എന്താണ്? ഇങ്ങനെ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത്
ജോമെട്രി സെൻറ്ററല്ല, ചാർജ് സെൻറ്ററാണ്. അത് കൂടുതലാണ്. കൂടുമ്പോൾ എന്ത് പറ്റും? ഫോഴ്സ് കുറയുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ ഫൈൻഡ് ക്യൂ ഫോർ വിച്ച് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ക്യൂ ഈസ് 0. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഈ സിസ്റ്റത്തിൻ്റെ മേലുള്ള ചാർജ് 0 ആണ്. അതായത് ക്യൂവിൻ്റെ മേലുള്ള ചാർജ് 0. അപ്പോൾ ഇത് 0 വരണമെങ്കിലുള്ള സാധ്യത നമ്മൾ നോക്കുകയാണ്. ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് വരുന്നില്ല, ഇവിടെ ഫോഴ്സ് 0 വരില്ല. കാരണം ഇതും പ്ലസ് ആണെങ്കിൽ ഇവിടെ റിപ്പൽഷൻ ഉണ്ടാവും. ഇതേപോലെ ഇതും പ്ലസ് ആണ്, ഇത് റിപ്പൽഷൻ വരും. ഇതും പ്ലസ് ആണ്, ഇത് റിപ്പൽഷൻ വന്നത് തെറിച്ചു പോവും, അകലേക്ക് പോവും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അവിടെ എന്തുണ്ട്? 0 അല്ല. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് 0 ആകണമെങ്കിലുള്ള ഏക കണ്ടീഷൻ എന്താണ്? ഒന്ന് പ്ലസ് ആകുമ്പോൾ മറ്റൊന്ന് എന്താകാം? നെഗറ്റീവ് ആകാം. അപ്പോൾ ഞാനിവിടെ സൗകര്യപ്രദമായിട്ട് ഇവിടെ പ്ലസ് എടുക്കുന്നു, ഇത് പ്ലസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് സെയിം ചാർജ് ആണല്ലോ, അപ്പോൾ ഇത് പ്ലസ് കൊടുത്തു. ഇതിന് നെഗറ്റീവ് ചിഹ്നം കൊടുക്കും. ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് നിൽക്കാൻ പറ്റും. എങ്ങനെ? ക്യൂ 0 ആയിക്കൊണ്ട് നിൽക്കാൻ പറ്റും. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ മൈനസ് ക്യൂവിനെ പ്ലസ് ക്യൂ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിവിടെ കാണിക്കുകയാണ്, ഒരു ആരോ മാർക്കിൽ കാണിക്കുകയാണ്. ഇതാണ് അട്രാക്ഷൻ കാണിക്കുന്ന ഫോഴ്സ്. അതേപോലെ തന്നെ ഈ മൈനസ് ക്യൂവിനെ ഇവിടേക്ക് പ്ലസ് ക്യൂ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് അടുത്ത ഫോഴ്സ്. അപ്പോൾ രണ്ട് ഫോഴ്സ് ഇതിൻ്റെ മേലെ വന്നു. ഒന്ന് മുകളിലേക്കുള്ള ഫോഴ്സും ഈ സൈഡിലേക്കുള്ള ഫോഴ്സും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ്. ഇതാണ് അവിടെ കിട്ടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ്. ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തുണ്ട്? ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഈ മൈനസ് ക്യൂവിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതിന് ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ ഇങ്ങോട്ട് പുറത്തേക്കായിരിക്കും. ഇതാണ് റിപ്പൽസീവ് ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും തുല്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനിവിടെ എന്താകാൻ പറ്റും? റെസ്റ്റിലിരിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, അതായത് ഈ രണ്ട് ചാർജുകൾ ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ആ അട്രാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അട്രാക്ഷനാണ്. ആരെ കൊണ്ടുള്ള അട്രാക്ഷനാണ്? ഈ രണ്ട് ചാർജുകൾ കൊണ്ടുള്ള അട്രാക്ഷൻ. ഈ രണ്ട് ക്യൂ, ക്യൂ, ഈ രണ്ട് ചാർജുകൾ കൊണ്ടുള്ള അട്രാക്ഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെന്താണ്? ഈ എഫ് എന്ന് പറയുന്നത് റിപ്പൽഷനാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? അട്രാക്ഷനും റിപ്പൽഷനും തുല്യമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനിവിടെ ടോട്ടൽ ഫോഴ്സ് 0 ആവും. അപ്പോൾ ഞാനിങ്ങനെ എഴുതാണ്, എഫ് അട്രാക്ഷനും ഈക്വൽ ടു എഫ് റിപ്പൽഷനും തുല്യമാണെങ്കിൽ ഇതെന്ത് പറ്റും? ടോട്ടൽ ഫോഴ്സ് 0 ആവും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് 0 ആകുന്ന കണ്ടീഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ എന്ത് പറ്റും? ഇത് രണ്ടും തുല്യമായേ പറ്റൂ. അപ്പോൾ അട്രാക്ഷൻ ഫോഴ്സാണ് ഞാനിപ്പോൾ ഇവിടെ കാണാൻ പോണത്. അതിനുള്ള പണിയാണ് നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ അട്രാക്ഷൻ ഫോഴ്സ് എന്താണ്? ഈ രണ്ട് ചാർജുകൾ കൊണ്ടുള്ള അട്രാക്ഷനാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ എ ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇത് രണ്ട് എ ആണ്. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ ഇടയിലുള്ള ഈ ഫോഴ്സ് നമ്മൾ കാണിച്ചിട്ട് ഈ ഫോഴ്സാണ് കാണാൻ പോകുന്നത്. അതും ഇതും കൂടിയ റിസൾട്ടൻ്റാണ്. അപ്പോൾ ആദ്യം ഈ ഫോഴ്സ് കാണാം. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? എഫ് കിട്ടും. ഞാൻ ഈ 1/4π കെ കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ. ഈ കെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? 1/4π ആണ്. ഞാൻ ഈ ത്രൂ ഔട്ട് ഇത് എഴുതാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് കെ വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ 1/4π കെ കൊടുത്തു. കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ A² ആണ് കിട്ടിയത്. അപ്പോൾ ഈ ഫോഴ്സ് ഇതാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? അതേ തുല്യമായ ഫോഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സ് പെർപെൻഡിക്കുലറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിസൾട്ടൻ്റ് കാണാം? അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ഫോഴ്സ്, അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സും കൂടി ചേരുമ്പോഴാണ്. ആ രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ അട്രാക്റ്റീവ് റിസൾട്ടൻ്റാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണാം? നമുക്ക് √ഓഫ് ഈ ഫോഴ്സിൻ്റെ സ്ക്വയറും ഈ ഫോഴ്സിൻ്റെ സ്ക്വയറും, അതായത് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് A² + B² + 2AB cos θ എന്ന് പറയുന്നൊരു ഫോർമുലയാണ്. അതായത് റിസൾട്ടൻ്റ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ എഫ് ഞാൻ ഇവിടേക്ക് എഴുതുകയാണ്. എഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു √ഓഫ് A² എന്ന് പറയുന്നത് ഈ ഫോഴ്സ്. അതിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? തൽക്കാലം എഫ് AT എന്ന് കൊടുക്കാം. AT ഇത് നെറ്റാണ് ടോട്ടൽ. അപ്പോൾ FAT പ്ലസ് എന്തെങ്കിലും ഇത് FAT സ്ക്വയർ കിട്ടുക. അടുത്ത അട്രാക്ഷനാണ് FAT സ്ക്വയർ പ്ലസ് 2FAT ഇൻറ്റു FAT ഇൻറ്റു കോസ് 90. എങ്ങനെയാണ് 90 വന്നത്? ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഇവിടെ 90 വന്നത്. അപ്പോൾ ഇത് കണ്ട് എന്ത് കിട്ടും? ഈ ടൈം 0 ആയിപ്പോയി. കാരണം എന്താ? അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. കോസ് 90 0 ആയതുകൊണ്ടാണ് 0 കിട്ടുന്നത്. അപ്പോൾ കോസ് 90യുടെ വാല്യൂ 0.
അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ √2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? √2 × F80 എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ ഇത്രയാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എന്താണ്? ഒരു അട്രാക്ഷനുള്ള ഫോഴ്സാണ് ഇവിടെ കണ്ടത്. അതായത് ക്യാപിറ്റൽ Q സ്മോൾ q/a². അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് നമുക്കൊന്നുകൂടി പറയാം. ഞാൻ ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടു, ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് കണ്ടു. ഈ രണ്ട് ഫോഴ്സുകളും ചേർന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് ഈ ആറാണ് ഇവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ടോട്ടൽ എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സാണ് നമ്മൾ കണ്ടത്, ടോട്ടൽ അട്രാക്ഷൻ. ഈ രണ്ട് ഫോഴ്സുകളുടെ ടോട്ടൽ ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗം കണ്ടെത്തി കഴിഞ്ഞു, ഈ ഭാഗത്തിൻ്റെ വാല്യൂ കണ്ടെത്തി. ഇനി റിപ്പൽസീവ് ഫോഴ്സ് കാണാണ്. റിപ്പൽസീവ് ഫോഴ്സ് ഏതാണ്? ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കിയ റിപ്പൽഷനാണ് കാണേണ്ടത്. അപ്പോൾ ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കിയ റിപ്പൽഷൻ കാണണം. അപ്പോൾ എഫ് റിപ്പൽഷനാണ് ഇതിൻ്റെ അടുത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് വേറെ കളർ ഉപയോഗിക്കാൻ. എഫ് റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ദൂരം എത്രയാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദൂരം എന്ന് പറയുന്നത് ഇത് എ ആണ്. ഇത് എ ആണെങ്കിൽ എന്ത് കിട്ടും? ഇത് √2a ആണെന്നറിയാം. അത് ഞാൻ പൈതഗോറസ് തിയറി പ്രകാരം ഇവിടെ ചെയ്തത് എങ്ങനെയാണ്? a² + a² ആണ് എന്ത് കിട്ടുന്നത്? ഈ ഡിസ്റ്റൻസ് അത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2a² എന്ന് കിട്ടും. അപ്പോൾ √2a എന്ന് കിട്ടി. അപ്പോൾ ഈ ദൂരം നമുക്ക് √2a എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇവിടെ റിപ്പൽഷൻ ഫോഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 1/4πε0 ഞാൻ k വെച്ച് കാണിക്കുകയാണെങ്കിൽ k × q സ്മോൾ q × സ്മോൾ q എന്ന് പറഞ്ഞാൽ q² എന്ന് എഴുതാം. ബൈ എന്താണ്? ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അപ്പോൾ √2a² എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടി. ഇപ്പോൾ ഇതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ kq²/2a² എന്ന് കിട്ടി. ഇതാണ് എഫ് റിപ്പൽഷൻ. അപ്പം നമുക്ക് രണ്ട് ഇതുകൂടി കിട്ടിക്കഴിഞ്ഞിട്ടാ. ഇവിടെ ആദ്യം അട്രാക്റ്റീവ് ഫോഴ്സ് ഇതെന്ന് കിട്ടി, റിപ്പൽസീവ് ഫോഴ്സ് ഇതാന്ന് കിട്ടി. ഇത് രണ്ടും തുല്യമാണല്ലോ. അപ്പോൾ നമുക്ക് ഈ വാല്യൂവും തുല്യമാണെന്ന് എഴുതാം. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? kq²/2a² √2 × kq/a² എന്ന് കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ക്യാപിറ്റൽ Q = -q/2 √2 എന്ന് കിട്ടും. അപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവാൻ, അതായത് ഇതിൻ്റെ മേലുള്ള ഫോഴ്സ് 0 ആവണമെങ്കിൽ ക്യാപിറ്റൽ Q എന്ന വാല്യൂ ഇത്രയായിരിക്കണം. അത് മൈനസ് സൈനാണ്. അതായത് നിങ്ങളെടുത്തത് ഇത് മൈനസ് ആണെങ്കിൽ ഇത് പ്ലസ് ആവണം, അത്ര ഉള്ള വ്യത്യാസം. അങ്ങനെ മൈനസ് കൂടെ വരുമ്പോൾ ഇത് പ്ലസ് ആവും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈനാണെന്ന് മനസ്സിലായി. ഒന്ന് പ്ലസ് ആണ്, മറ്റൊന്ന് മൈനസ് ആണെന്ന് മനസ്സിലായി. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 point charges, each of value plus q are placed on 5 vertices of a regular hexagon of side L. What is the magnitude of force on the point charge of value -q placed at the center of a hexagon? അപ്പോൾ ഇവിടെയായിട്ട് ഒരു -q വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചിട്ടുള്ളത്? ഇവിടെ ഒക്കെ +q ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 5 +q എവിടെ വെച്ചു? 5 സൈഡിൽ വെച്ചു. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചത്. അതുകൂടാണ്ട് ഒരു -q ഇവിടെ വെച്ച് സെൻറ്ററിൽ വെച്ചു. മൊത്തം എത്ര ചാർജ് വന്നു? 6 ചാർജ് വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേലുള്ള മൊത്തം ഫോഴ്സ് എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്? ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, എവിടെയുള്ള ഫോഴ്സ്? ഓൺ ദി പോയിൻ്റ് ചാർജ് ഓഫ് -q. ഇതിൻ്റെ മേലുള്ള ഫോഴ്സാണ് കാണേണ്ടത്. അടുത്ത എവിടെ വെച്ചിരിക്കുന്നത്? പ്ലേസ് ദ സെൻറ്റർ ഓഫ് ദ ഹെക്സൺ. ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഈ -q മേലുള്ള ഫോഴ്സ് കാണണം. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ കാണാം. എങ്ങനെയാണ് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ -q ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. +q അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാമല്ലോ, കാരണം എന്താണ് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ -q ഇങ്ങോട്ട് ഈ +q അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സുകളുടെ പ്രത്യേകത എന്താണ്? ഇത് ഈക്വലാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഇത് പരസ്പരം ക്യാൻസലായിപ്പോയി. ഇതേപോലെ നമുക്ക് അടുത്ത ഫോഴ്സ് നോക്കാം. അതേപോലെ തന്നെ ഈ ഫോഴ്സിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും ക്യാൻസലായിപ്പോയി. പിന്നെന്താണ്? ഇവിടെ ഇരിക്കുന്ന ഫോഴ്സിനെ ഇങ്ങോട്ട്, അതായത് ഒരു സൈഡിലേക്ക് മാത്രമേ അട്രാക്ഷൻ ഉള്ളൂ. ഈ സൈഡിലേക്ക് മാത്രമേ അട്രാക്ഷൻ ഉള്ളൂ. കാരണം എന്താണ്? ഇവിടെ വേറെ ചാർജ് ഇല്ല. അതുകൊണ്ട് ഈ അട്രാക്ഷൻ മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മറ്റ് ഫോഴ്സുകൾ നമ്മളിവിടെ എടുക്കുന്നില്ല. എന്തുകൊണ്ട് എടുക്കുന്നില്ല? കാരണം എന്താണ്? അതെല്ലാം പരസ്പരം ക്യാൻസലായി. ഈ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ
ഈ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ക്യാൻസൽ ചെയ്തു, ഈ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ ഈ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ക്യാൻസൽ ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു, ഇവിടെ ഇരിക്കുന്ന ഈ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ആരുമില്ല, കാരണം ഇവിടെ ചാർജ് വെച്ചിട്ടില്ല. ഇവിടെ വെച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, ഇവിടെ മൊത്തം ഫോഴ്സ് 0 ആകുമായിരുന്നു. ഒരു സംശയം വേണ്ട, 0 ആകുമായിരുന്നു. അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കാരണം ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ഫോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫോഴ്സാണ് ഞാൻ ഇവിടെ കാണാൻ പോണത്. എഫ് നെറ്റ് ഫോഴ്സ് എത്ര കിട്ടുക, അത് കാണാനുള്ള ഫോർമുല 1/4πE0 ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ എന്ത് കിട്ടും, Q² എന്ന് കിട്ടും. Q² ഈ ഡിസ്റ്റൻസ് ഇതെല്ലാണ് ഇതെല്ലല്ലേ, മൊത്തം എന്താണ് L. അപ്പോൾ ഈ ഡിസ്റ്റൻസിന് സ്ക്വയർ ചെയ്യുക, L² എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നെറ്റ് ഫോഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്, നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കുന്ന ഐഡിയ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ചാർജിൻ്റെ ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ ഇവിടെ കേസ് ഫോഴ്സാണ്. അപ്പോൾ രണ്ട് ചാർജുകൾക്കായിട്ടുള്ള ഫോഴ്സിനെ എപ്പോഴും ആഡ് ചെയ്യേണ്ടത് വെക്ടർ അഡീഷനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കുന്നത്. വെക്ടർ അഡീഷൻ, ചാർജുകളുടെ ഫോഴ്സുകളെ എപ്പോഴും ഉപയോഗിക്കുന്ന വെക്ടർ അഡീഷനാണ്. അതുകൊണ്ടാണ് എന്ത് പറ്റി, കുറേയധികം ഫോഴ്സ് ഉണ്ടായിട്ട് പല ഫോഴ്സുകളും ക്യാൻസലായി പോയത്. വെക്ടർ അഡീഷൻ ആകുമ്പോൾ എന്ത് പറ്റും, ഈക്വൽ ഓപ്പോസിറ്റ് ആകുമ്പോൾ ക്യാൻസലായി പോകും. പക്ഷേ സ്കേലാർ അഡീഷൻ ആയിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക, മൊത്തം ഫോഴ്സ് നിങ്ങൾക്ക് എന്ത് കിട്ടും, എല്ലാ ഫോഴ്സും കൊണ്ട് കൂട്ടേണ്ടി വരും. പക്ഷേ ഇവിടെ എല്ലാ ഫോഴ്സും കൂട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്, വെക്ടർ അഡീഷൻ ആയതുകൊണ്ടാണ്. ഇതാണ് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുതിയ കാര്യങ്ങളും പുതിയ ഐഡിയകളും പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ ചാപ്റ്ററിന് മൊത്തം ഐഡിയ കിട്ടുള്ളൂ. അതിലിത് പഠിച്ച കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ പകർത്തി എഴുതി വയ്ക്കണം. ഇവിടെ പഠിച്ചെന്താണ്, ഫോഴ്സ് ഈസ് എ വെക്ടർ അഡീഷൻ. ഇതേപോലെ ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറയും ഇവിടുത്തെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതേപോലെ ഓരോ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ട് അതിൻ്റെ വെക്ടർ അഡീഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഫോഴ്സും ചാർജുകൾ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സും ചാർജുകൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും എപ്പോഴും വെക്ടർ അഡീഷൻ പ്രകാരം തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ പോയിൻ്റ് ചാർജ് ഓഫ് 0.009 മൈക്രോ കൂളംബ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു ആക്സിസ് വരയ്ക്കാം. അപ്പോൾ കാർട്ടീഷ്യൻ സൈൻ കോർഡിനേറ്റാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്, എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ എക്സ് സെഡ് ആക്സിസ് ഉണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ എന്തിനു വെച്ചിരിക്കുന്നത്, നമ്മളിവിടെ ചാർജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചാർജാണ് ഞാൻ കാണിക്കുന്നത്, ഈ കളർ കൊണ്ട് കാണിക്കുന്ന ചാർജാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്, 0.009 മൈക്രോ കൂളംബ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം 10⁻⁻6 എന്നറിയണം. നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക. അപ്പോൾ ഓരോ കാര്യം പഠിക്കുമ്പോൾ അപ്പം തന്നെ അത് നോട്ട് ചെയ്ത് പഠിക്കണം. അറിയാത്ത കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പഠിക്കുക. അപ്പോൾ മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ സെൻട്രലാണ് വെച്ചിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്തിരിക്കും, √2√7 അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്, എക്സ് പോയിൻ്റാണ്, ഇത് വൈ ആണ്, ഇത് സെഡാണ്. അപ്പോൾ എക്സും വൈയും സെഡ് തന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നത് √2 ഞാനിവിടെ മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ വൈ ഇവിടെ വന്നു, ഇത് റൂട്ട് കുറച്ച് അകലെയാണ്, ഇതിനേക്കാളും ദൂരം കൂടുതലുണ്ടാവും, √7. അങ്ങനെ √2√7 സെഡ് ആക്സിസിൽ എന്തില്ല, പോയിൻ്റ് ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് √2 ഡിസ്റ്റൻസ് മാറുക, വൈയിലേക്ക് √7. അപ്പോൾ ഏകദേശം ഇവിടെ വരും ഈ പോയിൻ്റ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇത് √2 ഡിസ്റ്റൻസ് എക്സിലേക്ക് √2 ഡിസ്റ്റൻസും വൈയിലേക്ക് √7 ഡിസ്റ്റൻസ് എടുത്തിട്ടുള്ള പോയിൻ്റ് എടുക്കുക. ഈ പോയിൻ്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന ഫോർമുല എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് E = 1/4πE0. ഇത് ചാർജാണ്, Q/r². അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനേഷൻ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഈസ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ചാർജ്. അപ്പോൾ ഇവിടെ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കാണാൻ ഇങ്ങനെ ഒരു കൂളമ്പിനെ വയ്ക്കുക. ഒരു കൂളമ്പിന് വെച്ചിട്ട് അതിൻ്റെ മേലുള്ള ഫോഴ്സ് കണ്ടാൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി ഫോഴ്സ് ഓൺ എ യൂണിറ്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള നിൽക്കുന്നൊരു നമുക്ക് കണ്ടെത്താൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചാർജുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫോഴ്സ് ആയിട്ടാണ്. കാരണം ഫോഴ്സ് ആയിട്ടാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 1 കൂളമ്പ് ചാർജ് ഇവിടെ വെച്ചാൽ ആ 1 കൂളമ്പിൻ്റെ മേലെ എത്ര ഫോഴ്സ് ഉണ്ടെന്ന് നോക്കുക. ആ ഫോഴ്സാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഒരു സ്കേലാർ ഫോമാണ് എഴുതിയിട്ടുള്ളത്. യഥാർത്ഥ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്ടർ ആണെന്ന് മനസ്സിലാക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ.
അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇതെന്ത് ഫോമാണ് ഇപ്പോൾ എഴുതിയുള്ളത്? വെക്ടർ ഫോം അല്ല. അപ്പോൾ ഇതിനെ വെക്ടർ ഫോം ആക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അത് നമ്മൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1/4π(E0) ക്യാപിറ്റൽ Q/R² ഇൻറ്റു യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇത് ആറാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ വാല്യൂവിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിലുള്ള ഒരു വെക്ടർ, ആറിൻ്റെ ഡയറക്ഷനിൽ കിടക്കുന്ന വെക്ടറാണ് ആർ ക്യാപ്പ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ വെക്ടർ ഫോം എഴുതുമ്പോൾ ആർ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആർ ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മളിവിടെ വെക്ടർ ചിഹ്നം ഇടും. അപ്പോൾ വെക്ടർ ഫോർമുലയാണ് ഞാനിവിടെ എഴുതിയത്. പക്ഷെ നമുക്ക് ഇത് ഇവിടെ ചോദിച്ചത് വെക്ടറാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ ഫോമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ സ്കേലർ ഫോമാണ് സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുക, ഇവിടെ ചെയ്യുന്ന വെക്ടർ ഫോമാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. എന്താണ് ആർ ക്യാപ്പ്? ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന വെക്ടറാണ്. അപ്പോൾ ഈ വെക്ടർ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയാണ് കാണുന്നത്? സാധാരണ വെക്ടറിനെ, ഇതേ ഡയറക്ഷനിലുള്ള വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടറിനെ അതിൻ്റെ നീളം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പോൾ ഈ ആർ ക്യാപ്പിനെ ഞാൻ മാറ്റുകയാണ്. വെക്ടർ ഫോമിൽ തന്നെയാണ് എഴുതുന്നത്, പക്ഷേ ചെറിയ മാറ്റം വരുത്താണ്. 1/4π(E0) ക്യാപിറ്റൽ Q/R² ഇൻറ്റു എന്തായിരുന്നു? വെക്ടർ ആർ ബൈ മോഡുലസ് ഓഫ് ആർ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അടിയിൽ ഒരിക്കലും നമ്മൾ വെക്ടർ എഴുതാറില്ല. കാരണം വെക്ടറിൽ എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് നമുക്ക് വെക്ടറിൽ ഡിവിഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇവിടെ ഒരിക്കലും നമ്മൾ വെക്ടർ ചിഹ്നം ഇടാൻ പാടില്ല. അപ്പോൾ ഒരു ഫോർമുലയിലും നമ്മൾ വെക്ടർ അടിയിൽ ഇടാറില്ല. പകരം ഇട്ടാൽ തന്നെ എന്ത് ചെയ്യണം? 2 വര വരയ്ക്കണം. 2 വര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അത് മാഗ്നിറ്റ്യൂഡാണെന്നുള്ള അർത്ഥം അപ്പോൾ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ 2 വര എപ്പോഴും നമ്മൾ വരച്ചിടും, കാരണം അത് മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ഫോം കിട്ടി. അപ്പോൾ ഇങ്ങനെ ഫോം നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എൻട്രൻസിൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ബോർഡ് എക്സാമിനേഷൻ അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പോൾ Q ഇൻറ്റു വെക്ടർ ആർ ഡിവൈഡ് ബൈ R³ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഫോമാണ് പഠിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഫോമാണ് വെക്ടർ ആർ ഡിവൈഡ് ബൈ R³ ഒരിക്കലും നിങ്ങൾ R³ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഫോം കാണുന്നില്ല, മനസ്സിലാക്കി വെക്കണം. കാരണം ഇവിടെ ചോദ്യം ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് കൊണ്ടാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി വാല്യൂസ് കാണാം. ഇങ്ങനെ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് വെക്ടർ ആർ എന്താണെന്ന് നോക്കാം. വെക്ടർ ആർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുക? നമുക്ക് ഈ കമ്പോണൻറ്റ്, അതായത് എക്സ് ഐ കമ്പോണൻറ്റ് പ്ലസ് വൈ ജെ കമ്പോണൻറ്റ്, ഇതാണ് ആറ് കാണാനുള്ളത്. എക്സ് ഐ പ്ലസ് വൈ ജെ, ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ എക്സ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഓഫ് ഐ പ്ലസ് വൈ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഓഫ് ജെ. ഐ എന്ന് പറയുന്നത് എക്സ് എക്സിനെ കാണിക്കുന്ന വെക്ടറാണ്, ജെ എന്ന് പറയുന്നത് വൈ എക്സിനെ കാണിക്കുന്ന വെക്ടറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ ആർ. ഇവിടെ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്ര എന്നുള്ളത് √2 ആണെന്നറിയാം. അപ്പോൾ √2i പ്ലസ് എത്ര വൈ എത്ര തന്നിട്ടുണ്ട്? √2 7 തന്നിട്ടുണ്ട്. √2 7j എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? R³ കിട്ടണം. എന്താണ് R³ എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡുലസ് ഓഫ് R³ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ആർ നമുക്ക് ആദ്യം കാണാം. മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത് √2² പ്ലസ് √7² എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? മോഡുലസ് ഓഫ് ആർ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം എന്താണ്. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന എന്താണ്? √2 സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? 2² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് 2² എന്ന് പറയുന്നത് എന്താണ്? √2 സ്ക്വയർ ചെയ്യുമ്പോൾ പോയിട്ട് 2 എന്ന് കിട്ടും. 2 പ്ലസ് എന്ത് കിട്ടും? 7 കിട്ടി. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് √9 കിട്ടി. അതിൻ്റെ വാല്യൂ നമുക്ക് 3 ആണെന്നറിയാം. അപ്പോൾ ആർ എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് ഓഫ് ആർ 3 ആണെന്നറിയാം. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? 1/4πE0 ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ഇൻറ്റു വെക്ടർ ആർ. വെക്ടർ ആറിൻ്റെ വാല്യൂ അറിയാം, √2i പ്ലസ് √7j ഡിവൈഡഡ് ബൈ 3³
അപ്പോൾ ഇത്ര വരെ ഇത് ഞാൻ നിർത്തുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്താൽ കിട്ടുന്ന ഫൈനൽ ആൻസർ ഞാനിവിടെ എഴുതുകയാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. 3√2i പ്ലസ് 3√7j ഇത്ര ന്യൂട്ടൺ പെർ കൂളംബ്. ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. വെക്ടർ ഫോമാണ് ഞാനിവിടെ എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം എന്താണ്. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒറിജിൻ ഡ്യൂ ടു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാർജസ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരുപാട് ചാർജുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം പോസിറ്റീവ് ചാർജാണ്. അത് ഫിഗർ എയിലും ഫിഗർ ബിയിലും കാണാം. അപ്പോൾ ഫിഗർ എ എന്താണ്, എങ്ങനെയാണ്, എല്ലായിടത്തും പോസിറ്റീവ് ചാർജ് വെച്ചിരിക്കുകയാണ്. ഫിഗർ ബിയിൽ പ്ലസ് ചാർജ് വയ്ക്കുന്നു, പിന്നെ മൈനസ് പ്ലസ് മൈനസ് അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഈ സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കാരണം നമ്മളിവിടെ ആഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യണം? വെക്ടർ അഡീഷൻ വെച്ച് ചെയ്യണം. അപ്പോൾ നോട്ട് ചെയ്യുക, വെക്ടർ അഡീഷൻ. എന്താണ് വെക്ടർ അഡീഷനോട് ഉപയോഗിക്കാനുള്ള കാരണം? ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പിന്നീട് പഠിക്കും, അത് സ്കേലാറാണ്. അതിൻ്റെ ഇതേ അറേഞ്ച്മെൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ സ്കേലാർ അഡീഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് വെക്ടർ അഡീഷനാണ്. ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നീട് ഇതേ പ്രോബ്ലം തന്നെ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ സ്കേലാർ അഡീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വെക്ടർ അഡീഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുക? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഇവിടെ എന്താണ്, E1 എന്ന് പറയുന്ന ഒന്നാമത്തെ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് നമുക്ക് എന്ത് കാണാം, രണ്ടാമത്തെ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ എന്ത് ചെയ്യുക, അങ്ങനെ 3, അങ്ങനെ നമുക്കെല്ലാം കണ്ട് കൂട്ടിയാൽ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഫിഗർ എയുടെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മളിവിടെ കൊടുക്കാൻ പോണ്. അപ്പോൾ E1 എന്ന് പറയുന്നത് എന്താണ്, ഈ ചാർജ് 1 മീറ്ററാണ് വെച്ചിരിക്കുന്നത്. ഇത് 2 മീറ്ററിൽ, ഇത് 4 മീറ്ററിൽ, അങ്ങനെയാണ് വെച്ച് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാം. അപ്പോൾ E1 ആണ് കാണുന്നത്. അത് 1/4πE0 Q/1² പ്ലസ് എന്ത് ചെയ്യുക, E2 ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1/4πE0 Q/ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ അകലെയാണ്. കാരണം അത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. വിട്ടത് ബ്രാക്കറ്റിലാണ് ഇടുന്നത്, ബ്രാക്കറ്റിൽ മീറ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് 2 മീറ്റർ, അപ്പോൾ 2² പ്ലസ് എന്താണ് ഇതിൻ്റെ കാണുക, അത് 4 മീറ്റർ അകലെയാണ് വെച്ചുള്ളത്. അപ്പോൾ എന്ത് കിട്ടും? 1/4πε0 Q/4² എന്ന് കിട്ടി. അപ്പോൾ നമുക്കിതിങ്ങനെ സോൾവ് ചെയ്യാം. കോമൺ ടൈമൊക്കെ പുറത്ത് കഴിഞ്ഞാൽ Q/4πE0 ഇൻറ്റു 1/1² പ്ലസ് 1/2² പ്ലസ് 1/4². ഇങ്ങനെ ടേമുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഇതേപോലെ ഒരുപാട് ടേമുകളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. Q/4πE0 ഇൻറ്റു 1/1 പ്ലസ് 1/4 പ്ലസ് 1/16 ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലായി. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട്. സമ്മ് എന്ന് പറയുന്നത് A/1 - 1/r. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ബുക്ക് പഠിക്കുന്ന ഫോർമുലയാണ്, +1 പഠിക്കുന്നുണ്ട്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് എ, ഫസ്റ്റ് ടൈം. ആർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ടൈമാണ്. അപ്പോൾ ഇവിടെ നോക്കി 1/4 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിന് 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇതിന് വീണ്ടും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16 കിട്ടി. അതായത് നമ്മൾ ഈ എത്ര ടൈം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാണ് ഇവിടെ 6. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1/1 മൈനസ് 1/6 എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എത്രയാണ്? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/6 എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നത് 1/4 ആണ്. അപ്പോൾ 1/4ൻ്റെ സ്ഥാനത്ത് നമ്മൾ 1/6 ചേർത്തു. നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 മൈനസ് 1/4 എന്ന് കിട്ടി. എത്ര കിട്ടി? 1/3/4 എന്ന് കിട്ടി. അതിന് 4/3 എന്ന് കിട്ടി.
അപ്പോൾ ഇത്ര വാല്യൂ നമുക്ക് ചെയ്തപ്പോൾ കിട്ടി 4/3 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? Q/4πE0 ഇൻറ്റു 4/3 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ അറേഞ്ച്മെൻറ്റ് നോക്കാം. ചെറിയ വ്യത്യാസം എന്നുള്ളത് ഇവിടെ പ്ലസും മൈനസും വരുന്നു. ഇവിടെ പ്ലസ് വന്നു, മൈനസ് വന്നു, പ്ലസ് വന്നു, പിന്നെ വീണ്ടും ഇവിടെ വരുന്നത് -Q ആണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൽ എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് കാണാം. ഈ ടോട്ടൽ എന്ന് പറയുന്നത് E1 കാണുക, E2 കാണുക, E3 കാണുക, ഇതെല്ലാം കണ്ട് കൂട്ടുക. അപ്പോൾ ഞാനിവിടെ എഴുതാണ് 1/4πE0 Q/1² പ്ലസ് 1/4πE0 മൈനസ് Q/2², 1/4πE0 Q/4². കോമൺ ടേം പുറത്തെടുക്കുക. Q/4πE0 ഇൻറ്റു 1/1, 1² 1 എഴുതി, മൈനസ് 1/4, 2² 1/4 എന്ന് എഴുതി, പ്ലസ് 1/16 മൈനസ് ഇങ്ങനെ പോവും, ടേമുകൾ പോവും. ഇവിടുത്തെ കേസിൽ സമ്മ് കാണാനുള്ള ഫോർമുല എന്താണ്? S=A/1 മൈനസ് 1/r ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 1ഉം 1/r എന്ന് പറയുന്നത് -1/4 ആണ്. അതാണ് വ്യത്യാസം. ഇവിടുത്തെ 1/r എന്ന് പറയുന്നത് 1/4 പ്ലസ് 1/4 ആണെങ്കിൽ ഇവിടെ എന്താ കിട്ടുന്നത്? -1/4 ആണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ചെയ്ത് എന്ത് കിട്ടും? ഇവിടുത്തെ വാല്യൂ കിട്ടുന്നത് S എന്ന് പറയുന്നത് 1/1 മൈനസ് ഓഫ് -1/4 എന്ന് പറയുന്നത് 1/1 പ്ലസ് 1/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1/4 പ്ലസ് 1/4 എന്ന് പറയുന്നത് 1/5/4 കിട്ടി. അതിൻ്റെ അർത്ഥം 4/5 എന്ന് കിട്ടി. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ കൊണ്ടുപോയിട്ട് ഇത്ര സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്നത് Q/4πE0 ഇൻറ്റു 4/5 എന്ന് കിട്ടി. ഇതാണ് രണ്ടാമത്തെ കേസിലെ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എ പോയിന്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് A 0 0. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് B XY ഇൻ വെക്ടർ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഞാനൊരു ആക്സിസ് ആണ് വരയ്ക്കുന്നത്. ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്, ഇത് Z ആക്സിസ് ആണ്. നമ്മളിവിടെ വെച്ചിരിക്കുന്നത് Q ചാർജിന് സെൻട്രലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Q ചാർജ് വെച്ചിരിക്കും. അത് 0,0 വെച്ചിരിക്കുന്നത്. നമ്മളോട് ആവശ്യപ്പെട്ടുള്ള എന്താണ്? B എന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും. B എന്ന പോയിന്റ് എന്ന് പറയുന്നത് X ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വേണം. അപ്പോൾ ഇതിവിടെ ഒരു പോയിന്റ് എടുത്തത് X ആണ്. Y ഡിസ്റ്റൻസ് മുകളിലേക്ക് ഇവിടെ വരും. അപ്പോൾ ഏകദേശം ആ പോയിന്റ് വരുന്നത് Xും Y എടുക്കുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ കാണണം. അപ്പോൾ ഇത് എന്താണ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ചാർജ്. ഇവിടെ ഒരു 1 കൂളംബ് വെച്ചിട്ട് അതിൻ്റെ മേലുള്ള ഫോഴ്സ് കണ്ടാൽ അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? ഈക്വൽ ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് ഫോമാണ് എഴുതുന്നത് 1/4πE0 Q/r². ഇതാണ് R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. അപ്പോൾ ഏതായാലും R എന്ന് പറഞ്ഞ വെക്ടറായിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? XI പ്ലസ് YJ എന്ന് എഴുതാം. അതിൻ്റെ മോഡുലസ് R എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് R എന്ന് പറയുന്നത് √(x² പ്ലസ് y² എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വെക്ടർ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ മോഡുലസ് കൊണ്ട് മൾട്ടിപ്ലൈ, യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വെക്ടറിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെക്ടറിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാം 1/4πE0 Q ഇൻറ്റു വെക്ടർ R ഡിവൈഡ് ബൈ R. ഇവിടെ R² ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മോഡുലസുകളാണ്.
അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഫൈനൽ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത് E=1/4πE0 Q ഇൻറ്റു വെക്ടർ R ഡിവൈഡ് ബൈ R³. അപ്പോൾ ഇവിടെ വാല്യൂസ് നമുക്ക് കൊടുക്കാം. കാരണം വെക്ടർ ആർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, മോഡുലസ് ആറും കണ്ടെത്തിയിട്ടാണ്. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/4πE0 Q ഇൻറ്റു XI പ്ലസ് YJ ഡിവൈഡ് ബൈ R³ എന്ന് പറയുന്നത് കിട്ടും. എന്താണത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? x² പ്ലസ് y² ഓൾ ടു 1/2 എന്നാണ് അർത്ഥം. കാരണം റൂട്ടിനെ നമ്മൾ 1/2 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ R³ എങ്ങനെ എഴുതാൻ പറ്റും? x² പ്ലസ് y² ഓൾ ടു 3/2. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു മിലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മിലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ 2 പ്ലേറ്റുകൾ ഉണ്ടാവും. അതിലൊരു പ്ലേറ്റ് നെഗറ്റീവ് ആയിരിക്കും, മറ്റൊരു പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആവും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴെങ്കിലും നമുക്കറിയാലോ, സ്വാഭാവികമായിട്ടും പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ ഡ്രോപ്സ്, ചെറിയ ഓയിൽ ഡ്രോപ്സ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് വിടുന്ന സമയത്ത് ആ ഓയിലിൽ നിന്നുണ്ടാകും മാസം ഉണ്ടായിരിക്കും, അതിൽ ചാർജ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേക രീതിയിലാണ് അതിന് ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇതിൻ്റെ ചാർജ് മൈനസ് ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കും, -Q ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ മേലെ 2 തരത്തിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ഫോഴ്സ് എന്താണെന്ന് നോക്കുക. ഈ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എന്താണെന്ന് നോക്കുക. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഇതിനെ മൈനസ് ചാർജിനെ എങ്ങോട്ട് വലിക്കും? മേലേക്ക് വലിക്കും. അപ്പോൾ QE എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതും ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ കാരണം ഇലക്ട്രിക് ഫീൽഡാണ്, മൈനസ് ചാർജാണ്. മൈനസ് ചാർജിനെ പ്ലസ് ചാർജ് എന്ത് ചെയ്യും? മുകളിലേക്ക് വലിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു ഫോഴ്സ് ഉണ്ട്. അത് ഏത് ഫോഴ്സാണ്? മാസുള്ള ബോഡിക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. അതേതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഞാനത് ഭൂമി അടിഭാഗമായിട്ട് എടുക്കുകയാണെങ്കിൽ താഴത്തേക്കൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എത്രയാണ്? mg ആണ്. അപ്പോൾ ഈ 2 ഫോഴ്സും തുല്യമായി എന്ത് സംഭവിക്കും? ഇതവിടെ നിൽക്കും, സ്റ്റേബിളായിട്ട് നിൽക്കും. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ചാർജ് പാർട്ടിക്കിൾസ് കെപ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. ശ്രദ്ധിക്കുക, ഇക്വിലിബ്രിയത്തിൽ നിർത്തി. അതായത് ആ മാസ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്തു? ഇക്വിലിബ്രിയത്തിൽ നിർത്തി. ഇൻ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇൻ മിലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലെ ആ ഡ്രോപ്പിനെ, ആ ചാർജ്ഡ് ഡ്രോപ്പിനെ എങ്ങനെ നിർത്തി? ഒരു പ്ലേറ്റിൻ്റെ ഇടയിൽ നിർത്തി. ഇടയിൽ നിർത്താൻ പറ്റുന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് കണ്ടീഷൻ? ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും തുല്യം. അതായത് അതിൻ്റെ വെയിറ്റും മേലേക്ക് ഉണ്ടാകുന്ന റിപ്പൽസീവ് ഫോഴ്സും തുല്യമായാലാണ് അതിങ്ങനെ നിൽക്കുള്ളൂ, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുള്ളൂ. എന്നിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് റിവേഴ്സ്ഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു? ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റി. അതായത് മൈനസ് ഈ പ്ലേറ്റ് പ്ലസ് ആക്കി, പ്ലസ് പ്ലേറ്റ് നെഗറ്റീവ് ആക്കി. ദെൻ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ സിറ്റുവേഷൻ മാറ്റി കഴിഞ്ഞു. അപ്പോൾ സിറ്റുവേഷൻ മാറ്റി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ഞാനിപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ നേരത്തെ നിൽക്കുന്നത് ഇവിടെ കാണിക്കുക. ഈ ഡ്രോപ്പ് ഞാൻ വേറെ കളർ കൊണ്ടാണ് കാണിക്കുന്നത്. താഴത്തേക്ക് എന്തുണ്ട്? mg എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ട്. അത് ഓൾറെഡി ഉണ്ടല്ലോ. അത് കൂടാണ്ട് QE എന്ന ഫോഴ്സ് മേലേക്കായിരുന്നു. പെട്ടെന്ന് ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റിയപ്പോൾ എന്ത് പറ്റി? ഇത് മൈനസ് ചാർജാണെന്ന് നമുക്കറിയാലോ. ഈ മൈനസ് ചാർജിനെ താഴത്തെ പ്ലേറ്റ് എന്ത് വലിക്കും? ആദ്യം ഇതിനെ റിപ്പൽ ചെയ്തു. കാരണം എന്താണ്? ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആയതുകൊണ്ട് -Qന് റിപ്പൽ ചെയ്യാണ്. പക്ഷേ ഇത് പ്ലസ് പ്ലേറ്റ് ആകുമ്പോൾ എന്ത് പറ്റും? ഇങ്ങോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ 2 തരത്തിലുള്ള ഫോഴ്സ് വന്നു, രണ്ടും ഒരു ഡയറക്ഷനിൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫോഴ്സ് കാണിക്കുകയാണ്. QE എന്ന ഫോഴ്സും താഴ്ത്തിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ QE മുകളിലേക്കും mg താഴ്ത്തിക്കുകയാണ്. അതായത് നേരത്തെ കണ്ടീഷൻ എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് QE=mg ആണ്. ഇതാണ് ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ എന്താ സംഭവിച്ചത്? ഈ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഡ്രോപ്പിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിർത്തി. ഇക്വിലിബ്രിയം ആവുന്ന സമയത്ത് ഫോഴ്സ് 0 ആണ്. ശ്രദ്ധിക്കുക, ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയമാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്രധാനപ്പെട്ട ഐഡിയ ആണ്, ഫോഴ്സ് 0 ആണെങ്കിൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഫോഴ്സ് 0 ആവുന്നത്. എങ്ങനെയാണ് ഫോഴ്സ് 0 ആവുന്നത്? 2 ഫോഴ്സാണ് വന്നത്. ഒന്ന് താഴത്തേക്കുള്ള ഫോഴ്സും മറ്റൊന്ന് മുകളിലേക്കുള്ള ഫോഴ്സും. ഈ 2 ഫോഴ്സും തുല്യമാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈക്വലും ഓപ്പോസിറ്റ് ആണോ? അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ നിന്ന് പോയത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് കിട്ടിക്കഴിഞ്ഞു.
ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കുക. രണ്ടാമത്തെ കേസ് എന്താ ചെയ്തത്, ഇവിടെ ഇതിൻ്റെ മേലെ ഈ പ്ലേറ്റുകളുടെ പൊളാരിറ്റി മാറ്റി, അത് പ്ലസ് പ്ലേറ്റിനെ മൈനസ് ആക്കി, മൈനസ് പ്ലേറ്റിനെ പ്ലസ് പ്ലേറ്റ് ആക്കി. എന്ത് സംഭവിച്ചു, രണ്ട് ഫോഴ്സും താഴ്ത്തിക്കായി, എം ജിയും താഴ്ത്തിക്കായി, ക്യൂയും താഴ്ത്തിക്കായി. അപ്പോൾ പുതിയ ഫോഴ്സ് എത്രയാണ്, പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇക്വൽ എം ജി പ്ലസ് ക്യൂ ഇ ആണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ആക്സലേഷൻ കാണാം. അപ്പോൾ ഫോഴ്സ് നമുക്ക് കിട്ടിയാലാണ് ആക്സലേഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എഫിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എം എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എം എ ആയിക്കിട്ട് എന്ത് കിട്ടി, എം ജി പ്ലസ് ക്യൂ ഇ എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ക്യൂ ഇനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഒന്നാമത്തെ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. കാരണം ക്യൂ ഇ എന്ന് പറഞ്ഞാൽ എം ജി എന്നറിയാം. അപ്പോൾ നമുക്ക് എന്താ പറ്റുക, എം എ ഈക്വൽ ടു എം ജി പ്ലസ് ക്യൂ ഇനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ക്യൂ ഇനെ നമുക്ക് എം ജി വെച്ച് റീപ്ലേസ് ചെയ്യാം. എം ജി വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, എം എ ഈക്വൽ ടു 2mg എന്ന് കിട്ടി. ഇതിൽ നമുക്കിത് എമ്മും വെട്ടിക്കളഞ്ഞ് എന്ത് കിട്ടും, എ എന്ന് പറയുന്നത് 2g എന്ന് കിട്ടി. അപ്പോൾ ആക്സലേഷൻ ജീൻ്റെ ഇരട്ടിയായി. താഴത്തേക്കുള്ള ജി എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 9.8 ആണ് നമുക്കറിയാം. അത് നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ ഇരട്ടി വാല്യൂവിൽ താഴത്തേക്ക് ആക്സലേറ്റ് ചെയ്യും. എന്താണ് ജി എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് ഓരോ സെക്കൻഡിലും സ്പീഡ് കൂടുകയാണ്. എത്രയാണ്, ആദ്യം സ്പീഡ് 0 ആണെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അത് 9.8 ആയി അതിൻ്റെ സ്പീഡ്. അടുത്ത സെക്കൻഡ് ഇതിൻ്റെ വീണ്ടും 9.8 കൂട്ടുക, 19.6, അങ്ങനെ സ്പീഡ് കൂടുന്നു. ഇപ്പം എന്ത് പറ്റുക, അതിനേക്കാളും സ്പീഡ് കൂടുകയാണ്. എത്ര വെച്ചാൽ നേരെ ഇരട്ടി ആക്സലേഷനാണ് താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡിസ്കഷൻ ആവശ്യമുണ്ട്, നമുക്ക് നോക്കാം എന്താണ്. ഇപ്പം ഞാനിവിടെ ചെയ്തത് ക്യൂ ഇനെ എന്ത് വെച്ചു, എം ജി വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തത് അല്ലേ. ക്യൂ ഇനെ എം ജി വെച്ച് റീപ്ലേസ് ചെയ്തു. തിരിച്ചൊരു കാര്യം ചെയ്യാൻ വരുന്നില്ലേ, ഈ എം ജിനെ ക്യൂ യു വെച്ച് കളയാൻ വരുന്നില്ലേ. അങ്ങനെ കളയുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എം എ ഈക്വൽ ടു എന്ത് കിട്ടി, ഇവിടെ ക്യൂ ഇൻ്റെ ഇവിടെ ക്യൂ ഇൻ്റെ, അപ്പോൾ 2 QE എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടും, എ എന്ന് പറയുന്നത് എന്ത് കിട്ടും, 2 QE/m എന്ന് കിട്ടി. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൻസറിൽ ഞാൻ എത്തിയില്ല, നിങ്ങൾക്ക് സംശയം തോന്നാം, ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്താതിരുന്നത്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യനിൽ ചാർജും ഇലക്ട്രിക് ഫീൽഡും ആണ് തന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോമിലാണ് ആൻസർ കണ്ടെത്തേണ്ടത്. കാരണം ഇവിടെ എന്ത് തന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിതിൽ ചെയ്യാതിരുന്നത്. ഇവിടെ പിന്നെ എന്താണ്, മാസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാ ക്വാണ്ടിറ്റിയുടെ ഒരു ഫിക്സ്ഡ് മാസ് ഉണ്ടല്ലോ, എല്ലാ ഒബ്ജക്റ്റിനും എല്ലാ പാർട്ടിക്കിൾസിനും. ഈ മാസിനൊക്കെ എന്താണ്, ഓയിൽ ഡ്രോപ്പിനൊക്കെ മാസ് ഉണ്ട്. അതുകൊണ്ട് മാസും ജിയിലാണ് അവസാനം എത്തിയത്. ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ആ സമയത്ത് നമുക്ക് തന്നത് ക്യൂവും ഇ ആണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ ആൻസർ എന്തായിരിക്കണം, ആ ക്വസ്റ്റ്യനിൽ തന്ന ടൈമിലാവണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ആൻസർ തന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ചെയ്തത് ഇവിടെ എന്താണ്, നമുക്ക് അങ്ങനെ ഒരു വാല്യൂ തരാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂയിൽ കൊണ്ട് അവസാനിക്കുകയാണ്. ജി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അതിൽ കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. മെയിൻ വ്യത്യാസം മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യനിൽ തരുന്ന ടൈമിനനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചാർജ് പാർട്ടിക്കിൾ ഓഫ് ക്യൂ പ്ലേസിന് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ എത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി which would be just sufficient to balance the weight of an electron if this electric field is produced by second electron located below first one. What would be the distance? അപ്പോൾ ഇവിടെ പറഞ്ഞത് 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഫസ്റ്റ് ഇലക്ട്രോൺ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്, സെക്കൻഡ് ഇലക്ട്രോൺ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ചോദ്യം എന്താണ്, ഈ ഇലക്ട്രോൺ താഴത്തേക്ക് വരുന്ന സമയത്ത് അത് താഴത്തേക്ക് വരാനുള്ള കാരണം എന്താണ്, എം ജി എന്ന് പറഞ്ഞ വെയിറ്റ് ഉണ്ട്, ഇലക്ട്രോൺ എന്തുണ്ട്, മാസ് ഉണ്ട്. ഈ മാസ് എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന മാസമാണ്, എങ്കിലും ചില പ്രോബ്ലത്തിൽ നമ്മളത് എടുക്കാറുണ്ട്. കാരണം 2 ഇലക്ട്രോൺ പറയുമ്പോൾ ആ മാസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. 9 × 10⁻31 kg ആണ് മാസ്. അപ്പോൾ ഇത്ര മാസുള്ളൊരു ഒബ്ജക്റ്റ് താഴത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് താഴത്തേക്ക് വരാൻ കാരണം, എം ജി എന്നുള്ള വെയിറ്റ് ഉണ്ട്. ഇത് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അത് എത്രയാണ്, ഇ എന്ന് പറയുന്ന റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് താഴത്തേക്ക് വരുന്നതോറും എന്ത് സംഭവിക്കും, ഇതിൻ്റെ റിപ്പൽഷൻ കൂടി വന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ, ഉദാഹരണമായിട്ട് ഈ ഡിസ്റ്റൻസ് എത്തിയപ്പോൾ ഇത് രണ്ടുപേരും നിന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, താഴത്തേക്കുള്ള വെയിറ്റും മുകളിലേക്കുള്ള ഫോഴ്സും തുല്യമായി എന്നാണ് അർത്ഥം. ബാലൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 6 ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇ എന്ന് പറയുന്നത് എന്താണ്, എം ജി ആണെന്ന് മനസ്സിലായി. അതായത് ഇ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്.
അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും വെയിറ്റ് ഓഫ് ഇലക്ട്രോൺ തുല്യമായി. അപ്പോൾ ഇ ഇൻറ്റു ഇ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇത് ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1/4πE0 E/r². ഈക്വൽ mg ആണ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണെന്ന് മനസ്സിലായി. കാരണം ഈ ചാർജ് ഈ ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് 1/4πE0 ഇതിൻ്റെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അതിൻ്റെ സ്ക്വയർ. ഇതാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇത് നിൽക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ഫസ്റ്റ് ഇലക്ട്രോൺ വരുമ്പോൾ അവിടെ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് സെക്കൻഡ് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇവിടെ r² കിട്ടും. ഈ r² ഇപ്പുറത്ത് വന്നാൽ mg ഇപ്പുറത്ത് വന്നോട്ടെ. അപ്പോൾ എന്ത് കിട്ടും? E²/4πE0 ഇൻറ്റു m എന്ന് കിട്ടി. അപ്പോൾ r കിട്ടും എന്ത് കിട്ടും? √1/4πE0 E²/m എന്ന് കിട്ടി.